ഗെസ്സിങ് നമ്പർ എന്ന് പറയുമ്പോഴേ അത് നമുക്ക് 95% വരാൻ സാധ്യതയുള്ള നമ്പറുകൾ തന്നെയാണ്. ആ 4 അക്ക നമ്പർ സെയിം ആയിട്ട് നമുക്ക് ഷോപ്പിൽ പോയി കാണുകയാണെങ്കിൽ ആ ഗെസ്സിങ് നമ്പേഴ്സ് പർച്ചേസ് ചെയ്യാം. പക്ഷെ ചില സാഹചര്യങ്ങളിലല്ലേ നമ്മളിടുന്ന ഈ ഗെസ്സിങ് നമ്പേഴ്സ് ചിലപ്പോൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഈ സെയിം നമ്പർ തന്നെ കാണണമെന്നില്ല. അല്ലെങ്കിൽ ആ ബ്ലോക്കിലുള്ള നമ്പർ കാണണമെന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ട്രിക്സുകൾ അപ്ലൈ ചെയ്ത് യൂസ് ചെയ്ത് എടുക്കാം. ട്രിക്സുകൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാലേ നമുക്ക് മുന്നിൽ ആ തട്ടിലിരിക്കുന്ന നമ്പറുകളിൽ 5000ഉം 500ഉം ഒക്കെ വിൻ ചെയ്യുന്ന നമ്പറുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് കുറച്ച് ട്രിക്സുകളും കുറച്ച് നമുക്കത് എങ്ങനെ എടുക്കണം എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കണ്ടു തൊട്ട് നോക്കി പക്ഷെ പിറ്റേ ദിവസം റിസൾട്ട് വരുമ്പോൾ അയ്യോ ആ നമ്പറിന് 5000 ഉണ്ടായല്ലോ അല്ലെങ്കിൽ 500 ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കുന്നതിനും അപ്പുറം ആ നമ്പർ നമുക്ക് അന്നത്തെ ദിവസം ആ തട്ടി കാണുമ്പോൾ തന്നെ എടുക്കാൻ പറ്റും എന്നറിയുന്നതിനാണ് നമുക്ക് ഈ ട്രിക്കുകളൊക്കെ അപ്ലൈ ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പൂജ നമ്പറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് ബമ്പേഴ്സിൽ 5000 വരെ വന്ന് കാണുന്ന നമ്പറുകളും അതിൽ വന്ന നമ്പർ ട്രിക്കുകളും എന്നും പറഞ്ഞൊരു മുൻപത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ബമ്പർ വീഡിയോ. അപ്പം നിങ്ങൾ ഈ ഗസ്സിങ് നമ്പേഴ്സും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ആ ഒരു നമ്പർ വീഡിയോസും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക. ആ നമ്പറും റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കാണാൻ സാധ്യതയുള്ള നമ്പറുകളാണ്. നമുക്ക് ഈ 77 എന്നുള്ള ബ്ലോക്കിലുണ്ടല്ലോ, 77 എന്നുള്ള ബ്ലോക്കിൽ 7717 തൊട്ട് 7727 വരെയുള്ള നമ്പറുകൾ, ഈ നമ്പറുകൾ ഈ കഴിഞ്ഞ റിസൾട്ടുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. 7717, 7727. അപ്പം നിങ്ങൾ ഈ ബ്ലോക്കിൽ നമ്പേഴ്സ് കാണുകയാണെങ്കിൽ അതും എടുക്കാം. അതും നമുക്ക് ഈ പൂജ നമ്പറിൽ വരാൻ ചാൻസ് ഉള്ള നമ്പേഴ്സാണ്. നമുക്ക് 22-ാം തീയതിയാണ് ഈ പൂജ നമ്പർ വരുന്നത്. നമുക്ക് അതിൽ ഈ 5000 മുകളിൽ 5000 മുകളിൽ വരാൻ സാധ്യതയുള്ള 4 നമ്പേഴ്സാണ് പറയുന്നത്. 5000 മുകളിൽ ഈ 5, 2, 3, 9 ഈ ഒരു നമ്പർ 5000 മുകളിലുള്ള പ്രൈസിൽ ഷഫിൾ ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോൾ 4 അക്ക നമ്പറിൽ എൻഡിലെ 4 അക്ക നമ്പറിൽ ഈ 5239 എന്നുള്ള നമ്പർ ഷഫിൾ ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് പ്രൈസിലും ഈ 5239 എന്നുള്ള നമ്പർ ഷഫിൾ ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു നമ്പർ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ 9036 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ, അത് പല തവണയായി ഷഫിൾ ചെയ്ത് വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഏത് റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും 9036 എന്നുള്ള നമ്പർ ഷഫിൾ ചെയ്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബമ്പർ ലോട്ടറി എടുക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്കാണ് ഫാൻസി നമ്പേഴ്സിൻ്റെ ട്രിക്ക് കേട്ടോ. ഇപ്പോൾ ഫാൻസി നമ്പേഴ്സിൻ്റെ ട്രിക്ക് നമ്മൾ ബമ്പേഴ്സിൻ്റെ ലോട്ടറി റിസൾട്ട് എടുക്കുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോ. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ നോക്കുക. അതിൽ തന്നെ നമുക്ക് ഫാൻസി നമ്പേഴ്സിൽ വന്ന 444, 777, 111, 555, 222 ഇതൊക്കെ നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ഫാൻസി നമ്പേഴ്സിൻ്റെ ട്രിക്ക് മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ആ ഒരു മോഡലിലെ നമ്പേഴ്സ് കാണുകയാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. നമ്പർ ആയതുകൊണ്ടേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എന്താ പറയണേന്ന് ചിന്തിക്കരുത്. ബമ്പർ ടിക്കറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് പ്രൈസ് ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വിൻ ചെയ്യാൻ സാധ്യതയുള്ള നമ്പേഴ്സാണ് നമ്മൾ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ. മാക്സിമം നിങ്ങൾ 6 അക്ക നമ്പറിൽ 3 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, 6 അക്ക നമ്പറിൽ എൻഡിലോ സ്റ്റാർട്ടിങ്ങിലോ നടുക്കോ എവിടെയെങ്കിലുമൊക്കെ 3 കാണണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോണേ. നമുക്ക് കഴിഞ്ഞ വർഷത്തെ നമ്പേഴ്സൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസിലും റിസൾട്ടുകളിലെല്ലാം നമുക്ക് 3 ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടിക്കറ്റിൽ സ്റ്റാർട്ടിങ്ങിലായിരിക്കാം, ചിലപ്പോൾ എൻഡിങ്ങിലായിരിക്കാം, ചിലപ്പോൾ സെൻറ്ററിലായിരിക്കാം. പക്ഷെ 3 ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക. പിന്നെ 75 ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ബമ്പറിൽ നമുക്ക് 75 എന്ന നമ്പർ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. 5000 മുകളിലും നമുക്ക് പ്രൈസ് വിൻ ചെയ്യാൻ സാധ്യതയുള്ള നമ്പേഴ്സാണ് ഈ 75 ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും കേട്ടോ. 5000 മുകളിലുള്ള പ്രൈസ് അച്ചീവ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ട്രിക്കാണ് ഈ 75 ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ഏത് ബമ്പർ ട്രിക്ക് ഇട്ടാലും ഞാൻ ഹൈലൈറ്റ് ആയിട്ട് പറയണം 369 4 അക്ക നമ്പറിലോ 6 അക്ക നമ്പറിലോ നിങ്ങൾ 3, 6, 9 ഈ ഒരു ഇക്വേഷൻ കാണുകയാണെങ്കിൽ മാക്സിമം എടുക്കാൻ നോക്കുക. നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും എന്നതിലുപരി നമ്മൾ റിസൾട്ട് നോക്കി കഴിയുമ്പോൾ ഓർക്കുക, ഈശ്വര 500 പോലും തിരിച്ചു കിട്ടിയില്ലല്ല, അല്ലെങ്കിൽ ആ 300 പോലും തിരിച്ചു കിട്ടിയില്ലല്ലാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വരുള്ളൂ. നിങ്ങൾ 369 എന്ന് പറഞ്ഞാൽ നമ്പർ ട്രിക്കുകളുടെ പുറകെ പോയി ആ ഒരു
ട്രാക്കിലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 5000 5000 താഴെയുള്ള ഒരു പ്രൈസോ വിൻ ചെയ്യാൻ സാധിക്കും. ഡെയിലി റിസൾട്ടും ബമ്പറൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബമ്പർ ട്രിക്കുകളിൽ 7 അല്ലെങ്കിൽ ബമ്പർ റിസൾട്ടുകളിൽ എപ്പോഴും 7 ഹൈലൈറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് 7 ഹൈലൈറ്റ് ആയിട്ട് വരുന്ന വീഡിയോസ് ഇതിന് ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കയറി കാണുക. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടിക്കറ്റിൽ 6 നമ്പറിലോ 4 നമ്പറിലോ ഒക്കെ 7 കണ്ട ആ നമ്പർ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക.